ഇന്നത്തെ ചിന്താവിഷയം കപടഭക്തി. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചിട്ടും ഒരു അരമണിക്കൂർ വ്യക്തിപരമായി രഹസ്യത്തിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു എന്ന വചനമനുസരിച്ച് നമുക്ക് അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുവാൻ സാധിക്കുന്നില്ലെങ്കിൽ പ്രിയരെ, നമ്മൾ തന്നെയാണ് യഥാർത്ഥ കപടഭക്തന്മാർ. ഇത്തരമൊരവസ്ഥയിൽ ലോകം നന്നാകുന്നില്ല, മദ്യപാനി മാനസാന്തരപ്പെടുന്നില്ല, മക്കൾ പ്രാർത്ഥിക്കുന്നില്ല എന്നിങ്ങനെ നമ്മൾ പരാതിപ്പെടുന്നതിൽ എന്തർത്ഥം? കാരണം നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് കപടഭക്തിക്കാര മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്തു കളകാം, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരടെടുത്തു കളവാൻ വെടിപ്പായി കാണും. മത്തായി 7:5 എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അന്ന് തന്നെ പറഞ്ഞത്.